ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടികൾ ഇതിന് അടിമപ്പെടുന്നു, ചിലപ്പോൾ ഇവർ കാരിയറാകുന്നു, അങ്ങനെയുള്ള ഷോക്കിംഗ് വാർത്തകളുണ്ട്. അപ്പോൾ നമ്മുടെ പെൺകുട്ടികളെ സ്വാധീനിക്കാൻ പല പരിപാടികളും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് പരീക്ഷാ കാലത്തൊക്കെ ഞാൻ ഈ കാട്ടാക്കടയിലും പാറശാലയിലും പത്തനംതിട്ടയിലും തിരുവല്ലയിലും ഒക്കെ കണ്ട ഒരു കാര്യം, കുട്ടികളോട് പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മശക്തി കിട്ടാനും പരീക്ഷയ്ക്ക് പഠിച്ചതെല്ലാം കടലാസിൽ എഴുതാനും ഒക്കെ നിങ്ങൾക്ക് ഒരു കൂളെന്നൊരു മിഠായി, അതിലിത്തിരി ലഹരിയുണ്ട്, അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സൂത്രപ്പണികളാണ് ഈ മയക്കുമരുന്ന് വിൽപ്പനക്കാർ ഉപയോഗിക്കുന്നത്. അപ്പോൾ പെൺകുട്ടികളും ഇതിൽ അടിപ്പെട്ടു പോകുന്നു. അങ്ങ് നമ്മുടെ പെൺകുട്ടികളെ ഇതിന് വിട്ടുകൊടുക്കാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ അവരെക്കുറിച്ച് എന്താ അങ്ങ് പറയുക? സോഷ്യൽ ജസ്റ്റിസുകാരാണ് കുട്ടികളുടെ ജയിലുകൾ ഇവിടെ കേരളത്തിൽ നിന്ന് നടത്തുന്നത്. ജയിൽ ഡിപ്പാർട്ട്മെൻറ്റല്ല, ജയിൽ ഡിപ്പാർട്ട്മെൻറ്റ് സോഷ്യൽ ജസ്റ്റിസുകാരുടെ ജയിലുകളിൽ നിന്ന് ഞാൻ പോയിട്ടുണ്ട്. ഏകദേശം 400 ആൺകുട്ടികൾ പെൺകുട്ടികൾ അവിടെ കിടക്കുന്നു. അവിടെ പെൺകുട്ടികൾ കൂടുതൽ കിടക്കുന്നത് അവരെ കൂടുതൽ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് പെൺകുട്ടികളെ അവർ കൂടുതൽ ഉപയോഗിക്കുന്നത് കാരിയറായിട്ടാണ്. ഇന്ത്യ രാജ്യത്തിൽ നമ്മുടെ മോളിൽ പോയാലും സിനിമ ഹാളിൽ എവിടെ പോയാലും കുട്ടികളുടെ ശരീര പരിശോധനവും അവരുടെ ബാഗ് പരിശോധനവും ഒക്കെ കുറവാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ദുരുപയോഗമാണ് ഇപ്പോൾ ഇവിടെ നടത്തുന്നത്. പക്ഷേ പെൺകുട്ടി ഒരു കാര്യം മനസ്സിലാക്കണം, അവർ നമ്മുടെ മോഡസ് ഓപ്പറേണ്ടി എന്നാണ് അതൊന്നും പറയട്ടെ. അവർ വന്നിട്ട് ആദ്യത്തെ 2000, 3000 രൂപ, 5000 രൂപ തരും കുട്ടീനോട്. ഇത് നിങ്ങളുടെ ചിലവിന് വേണ്ടിയാണ്, കുട്ടി ഇത് വെച്ചോ. ഈ ഒരു പാക്കറ്റുണ്ട്, അതൊന്നും നിങ്ങൾ അവിടെ പോയി കൊണ്ടുപോയാൽ മതി. അതൊന്നും നിങ്ങൾ അതൊരു കാര്യമാക്കേണ്ട, അവിടെ ഒന്ന് തന്നാൽ മതി. ഈ 5000 രൂപ നിങ്ങൾ വെച്ചോളൂ. ആ കുട്ടി പറയുന്നു നമ്മൾ വെറുതെ 5000 രൂപ കിട്ടുന്നു, ആ പാക്കറ്റ് കുട്ടി കൊണ്ടുപോകുന്നു. പോലീസോ അല്ലെങ്കിൽ എസ്ഐന് വിവരം കിട്ടുന്നു, അവർ വഴിയിൽ പിടിക്കുന്നു. കുട്ടിയൊന്ന് മനസ്സിലാക്കണം, പോയ ആൾ അത് പോയി ആരാണ് കുട്ടിക്ക് അറിയില്ല. ആരോട് കൊടുക്കാൻ പോകുന്നത് അത് കുട്ടിയോട് എത്തിയ ശേഷം തന്നെത്താൻ വരികയായിരുന്നു, ആ വിവരവും ഇല്ല. ജയിലിൽ പോകുന്നത് ആ കുട്ടിയാണ്. അങ്ങനെയാണ് അവിടെ 200ഓളം പെൺകുട്ടികൾ കേരള ജയിലുകളിൽ കിടക്കുന്നത്. കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, സ്വന്തം അമ്മ അച്ഛൻ പറഞ്ഞാലും ബന്ധുക്കൾ പറഞ്ഞാലും കസിൻസ് പറഞ്ഞാലും ഫ്രണ്ട്സ് പറഞ്ഞാലും സാറിനും എന്നാണ് അത് തുറന്ന് നോക്കാതെ കൊണ്ടുപോകരുത്, ചെയ്യാൻ പാടില്ല. നമ്മുടെ ഈ പെൺകുട്ടികൾ ഉണ്ടാകുന്ന മാറ്റം ഏറ്റവും മനസ്സിലാകുന്ന ഒരു അമ്മയ്ക്കാണ്. കാരണം ആ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഓരോ വിശേഷങ്ങളും അമ്മയെ അറിയുന്നത്. അപ്പോൾ അങ്ങയുടെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ നമ്മുടെ പല വീടുകളിലും ഇപ്പോൾ ഈ ന്യൂക്ലിയർ കുടുംബമൊക്കെ ആയിക്കഴിഞ്ഞാൽ അണുകുടുംബങ്ങളിൽ ഈ സ്നേഹം എന്നൊരു സാധനമില്ല. സ്നേഹത്തിൻ്റെ പുഴ വറ്റിയിട്ട് കുറേ കാലമായി. അപ്പോൾ ഈ അമ്മമാർ കുട്ടികളോട് സ്വതന്ത്രമായി സംസാരിക്കുന്നില്ല, അങ്ങ് പറയുന്ന പോലെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ. അപ്പോൾ ഈ പെൺകുട്ടികളൊക്കെ തന്നെയാണ്, മാത്രമല്ല ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് അവരെ തന്നെ പീഡനത്തിനൊക്കെ ഈ ആളുകൾ വിധേയമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഇവർ വീട്ടിൽ വന്ന് പറയുന്നില്ല. അപ്പോൾ ഈ പെൺകുട്ടികളുടെ കാര്യത്തിൽ അമ്മമാരും അല്ലെങ്കിൽ രക്ഷകർത്താക്കൾ നടത്തേണ്ട ഒരു ശ്രദ്ധ, അധ്യാപികമാരും അതുപോലെ ടീച്ചേഴ്സും PT ഒക്കെ നടത്തേണ്ട ശ്രദ്ധ, അതിനെക്കുറിച്ച് അങ്ങ് എന്ത് പറയും? നാരായണ സ്കൂളുകളിൽ പോകുമ്പോൾ കുട്ടികളെ എന്നോട് 2 കാര്യമാണ് ഏറ്റെടുത്തത് പറഞ്ഞത്. ഒന്നാമത്തെ ദിവസം ഞങ്ങൾ വീട്ടിൽ പോകുമ്പോൾ ഒറ്റ സംസാരമേ ഉള്ളൂ. A+ ഗ്രേഡ് വരുമല്ലോ, A+ ഗ്രേഡ് നിനക്ക് വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര ട്യൂഷൻ വേണമെങ്കിൽ ഞങ്ങൾ തരാം. ഈ പഠനത്തിൻ്റെ അല്ലാതെ ഞങ്ങൾ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റിട്ട് ഒരു 2 മണിക്ക് തിരിച്ചു വരുമ്പോൾ പിന്നെ 2-3 ട്യൂഷൻ കഴിഞ്ഞിട്ട് വൈകുന്നേരം 6 മണിക്ക് ഞങ്ങളെല്ലാമാണ് വീട്ടിലേക്ക് എത്തുന്നത്.